ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 9 ശ്ലോകം 27. 9-ാം അധ്യായം 27-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ജയ ശ്രീ മഹാപ്രഭു ജയ. ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ഭഗവത്ഗീത പ്രഭാഷണം ഭഗവത്ഗീത 9-ാമത്തെ അധ്യായം 27-ാമത്തെ ശ്ലോകമാണ്. നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ആ ശ്ലോകം വേണ്ടി 3 വർഷം കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം 9 ശ്ലോകം 27. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. ഏറ്റി പറയണത് ഏറ്റി പറയാം. ശ്ലോകം യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ മത്കുരുഷ്വ മദർപ്പണം. ശബ്ദാർത്ഥം: യത് കരോഷി, നീ യാതൊന്ന് ചെയ്യുന്നുവോ, യത് യാതൊന്ന്, അശ്നാസി നീ ആഹരിക്കുന്നുവോ, യത് യാതൊന്ന്, ജുഹോഷി നീ ഹോമിക്കുന്നുവോ, യത് യാതൊന്ന്, ദദാസി നീ ദാനം ചെയ്യുന്നുവോ, യത് യാതൊന്ന്, തപസ്യസി തപസ് ചെയ്യുന്നുവോ, തത് സർവം അതെല്ലാം, കൗന്ദേയ ഹേ കൗന്ദേയ, മദർപ്പണം എന്നിൽ അർപ്പിച്ചുകൊണ്ട്, കുരുഷ്വ ചെയ്യുക. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ, കുന്തിപുത്ര അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഭാവാർത്ഥം: ഏതു സന്ദർഭത്തിലും കൃഷ്ണനെ മറന്നു പോകാത്ത വിധത്തിലായിരിക്കണം ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്. ഓരോ മനുഷ്യന്റെയും കടമയാണിത്. ആത്മാവും ശരീരവും ഒന്നിച്ച് നിലനിർത്തേണ്ടതായി എല്ലാവരും കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ കൃഷ്ണൻ പറയുന്നത് തനിക്ക് വേണ്ടിയാവണം ആ കർമ്മം ഏതുമെന്നാണ്.
ജീവിക്കാൻ വേണ്ടി എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കൃഷ്ണന് നിവേദിച്ച് ആഹാരം സ്വീകരിക്കുകയല്ലേ നല്ലത്? സംസ്കാരം സിദ്ധിച്ച ഏതൊരാൾക്കും മതപരങ്ങളായ ചില അനുഷ്ഠാനങ്ങൾ നിറവേറ്റാനുമുണ്ട്. കൃഷ്ണൻ പറയുന്നു, അത് എനിക്ക് വേണ്ടി ചെയ്യുക. അതാണ് അർച്ചന എന്ന് പറയുന്നത്. ഭിക്ഷാദാനത്തിനുള്ള വാസന ഏത് മനുഷ്യനുമുണ്ട്. അത് എനിക്ക് തരൂ എന്ന് കൃഷ്ണൻ പറയുന്നു. നേടിവെച്ച മിച്ച ധനമത്രയും കൃഷ്ണാബോധ പ്രസ്ഥാനത്തിന്റെ പുരോഗതിക്കായിക്കൊണ്ട് ഉപയോഗിക്കുക എന്നാണ് ഇതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്. ഇന്ന് ജനങ്ങൾക്ക് ധ്യാനയോഗത്തിൽ വളരെ താല്പര്യം കാണുന്നുണ്ട്. ഈ യുഗത്തിൽ ഇത് പ്രായോഗികമല്ല. എങ്കിലും ദിവസത്തിൽ 24 മണിക്കൂറും മാലയെടുത്ത് ഹരേ കൃഷ്ണ മന്ത്രം ഉരുവിട്ടുകൊണ്ട് കൃഷ്ണനെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ ഒരാൾ ഉത്തമനായ ധ്യാനിയായി തീരും, സംശയമില്ല. ഇത് 6-ാം അധ്യായത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖ്യ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം ഏന ഭൂതലേ സ്വയം രൂപ ഗതാമഹ്യം ദദാന്തി ശതാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുത പദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനുരനാഥാം വിദന്തം സജീവം സാദ്വേദം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ വിശാഖാൻതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഹരേ കൃഷ്ണ. അപ്പം ഈ ഒരു ശ്ലോകം ഭഗവത്ഗീതയിൽ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർ ഇത് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പം ഇത് ഈ ഒരു 9-ാം അധ്യായം എന്ന് പറയുന്നത് രാജഗുഹ്യം എന്നൊരു അധ്യായമാണ്. ഭഗവത്ഗീതയിലെ വളരെ പ്രാധാന്യപ്പെട്ട ഒരു അധ്യായമാണ് ഈ 9-ാം അധ്യായം എന്ന് പറയുന്നത്. ഇതിൽ വളരെ തത്വപരമായിട്ട് ഭഗവാൻ പല പല ഉപദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട്. എങ്ങനെ ഭക്തിയുടെ സേവനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് കാണിച്ചു തരുന്ന ഒരുപാട് ശ്ലോകങ്ങൾ ഇതിലുണ്ട്. അപ്പൊ അതിലൊരു ശ്ലോകമാണ് ഇന്നത്തെ ഈ ശ്ലോകം. ഇതിൽ പറയുന്നു, നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ, കുന്തിപുത്ര അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്ന കാര്യമാണ്. അപ്പം ഇവിടെ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് അർപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ഭഗവാനോട് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ആക്ച്വലി ഭക്തിയുടെ അന്തസത്ത എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നതാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാൻ ആദ്യം സമർപ്പിച്ചിട്ട് നമ്മൾ പ്രസാദം ആയിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിന് ശീല പ്രഭുപാദൻ നമ്മൾ ഭാവാർത്ഥം എടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ആദ്യം തന്നെ പ്രഭുപാദൻ പറയുന്നു, ഏത് സന്ദർഭത്തിലും കൃഷ്ണനെ മറന്നു പോകാത്ത വിധത്തിലായിരിക്കണം ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നു എന്ന കാര്യമാണ് ശീല പ്രഭുപാദൻ പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഭക്തി സേവനത്തിൽ നമ്മൾ ഓരോ പല പല അംഗങ്ങൾ ഉണ്ടാവില്ലേ നമുക്ക് നവവിധ ഭക്തിയിൽ. ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യുന്നത്, ഭഗവാനെ മറന്നു പോകാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഭഗവാനോട് പറയുന്നത്. അപ്പൊ അത് വളരെ മുഖ്യമാണ് ആ ഒരു കാര്യം. നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുകയായിരിക്കും, പക്ഷെ ചെയ്യുന്ന സമയത്ത് അത് ഭഗവാന് വേണ്ടിയിട്ടാണുള്ള ബോധത്തോടെ ചെയ്യുമ്പോഴാണ് അതൊരു ഭക്തി സേവനമായിട്ട് മാറുന്നത്. കാരണം ശാസ്ത്രങ്ങൾ പറയുന്നു, സ്മാർത്തവ്യം ഹി സതതം വിഷ്ണു വിസ്മാർത്തവ്യം ഹി ജാതുചിത് സർവേ വിധി നിഷേധാസ്യുർ ഏതയോ ദേവകിങ്കരം. അപ്പം അതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് സ്മാർത്തവ്യം ഹി സതതം വിഷ്ണു, നമ്മൾ എപ്പോഴും ഭഗവാനെ പറ്റി ഓർക്കണം. വിസ്മാർത്തവ്യം ഹി ജാതുചിത്, ഒരിക്കലും ഭഗവാനെ മറക്കരുത്. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ബാക്കി എല്ലാ ഭക്തിയുത സേവന പ്രക്രിയകളും. അപ്പം അതുകൊണ്ട് തന്നെ പറയാം, സർവേ വിധി നിഷേധാസ്യം ഏതയോ ദൈവ കിങ്കര. അപ്പൊ നമ്മൾ ചെയ്യുന്ന ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന സേവനങ്ങളാകട്ടെ ശരി, നമ്മൾ ഇപ്പം ക്ലാസ് കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പം പ്രഭുപാദ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത്, ഇതിന്റെ ഉദ്ദേശം എന്താണ്? എപ്പോഴും എന്താണ് ഭഗവാനെ പറ്റി ഓർക്കുക, ഭഗവാനെ ഒരിക്കലും മറക്കരുത് എന്നുള്ള കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ നവവിധ ഭക്തിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അംഗങ്ങളൊക്കെ അതിനാണ് ഊന്നൽ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യം പറയുന്നത് എന്താണ്, നീ എന്ത് ചെയ്യുന്നുവോ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇത് ഭഗവാന് വേണ്ടിയിട്ടാണ് എന്ന ബോധത്തോടെ ചെയ്യാനാണ് ഭഗവാനോട് പറയുന്നത്, അല്ലെ? നമ്മൾ എന്തായാലും നമ്മൾ പല കാര്യങ്ങൾ, നമുക്ക് ഒരിക്കലും ഒരു കാര്യം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല, അല്ലെ? പല ആൾക്കാരും ചിലപ്പോൾ ചിന്തിക്കും, എന്തെങ്കിലും ഞാൻ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് സംഭവിക്കും, ഞാൻ പ്രവൃത്തികൾ ചെയ്താൽ അത് കർമ്മഫലങ്ങളുടെ ഇതിലായി പോകും, അപ്പൊ എനിക്ക് പാപപുണ്യങ്ങൾ കിട്ടും, അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാം എന്ന ചിന്താഗതിയോട് ആൾക്കാർ നിൽക്കുമായിരിക്കും. പക്ഷെ അത് പ്രാക്ടിക്കലാണോ? കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കുമായിരിക്കും? ഇല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം.
ഇവിടെ ഭഗവാൻ പറയുന്നതാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കർമ്മങ്ങളും ഇത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അത് എന്താ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ഭക്തിയുടെ സേവനമായിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കർമ്മത്തിന് കർമ്മഫലമില്ല. ആക്ച്വലി നമുക്ക് പാപകർമ്മങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഭഗവാൻ ഓർത്ത് ചെയ്യുന്ന കർമ്മങ്ങളാണ് ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യമായാലും ശരി, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഒരു ജോലിയായാലും ശരി, അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കുക, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എന്ന ബോധത്തോടെ ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ശരീരം ഉള്ളത് കൊണ്ട് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല, അല്ലെ? നമുക്ക് ശരീരത്തിന്റെ മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ പല 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 കർമ്മങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. കർമ്മം ചെയ്യാതിരിക്കാൻ ഇംപ്രാക്ടിക്കലാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടി വരും. അപ്പൊ ഒരു ജീവാത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് സേവനമാണ്, അല്ലെ? ജീവര സ്വരൂപഹി കൃഷ്ണേര് നിത്യദാസ്. ഭഗവാൻ കൃഷ്ണന്റെ നിത്യദാസന്മാരാണ് നമ്മൾ എല്ലാവരും. പക്ഷെ അത് മറന്നിരിക്കുകയാണ്. ഭഗവാനെ മറന്നുകൊണ്ടാണ് നമ്മൾ ഭൗതികലോകത്തിൽ വന്നിരിക്കുന്നത്. അപ്പം ഈ ഭൗതികലോകത്തിൽ വന്ന ശേഷവും നമ്മൾ വീണ്ടും തിരിച്ച് ഭഗവാൻ നാമത്തിൽ തിരിച്ച് പോകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഭഗവാനെ സേവനം ചെയ്യാനുള്ള ഒറ്റൊരു മാർഗ്ഗമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും പല പല ജന്മങ്ങളെടുത്ത് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ പറയുന്നു, നമുക്കപ്പം ഈ ശരീരവും ആത്മാവും അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കർമ്മങ്ങൾ ചെയ്യണം. കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള കാര്യമാണ് ഈ ശ്ലോകത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നു, എന്ത് നിവേദിക്കുന്നുവോ ഉള്ള കാര്യമാണ് അടുത്തായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ നിവേദിക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കണം, അല്ലെ? കഴിക്കാതിരിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പൊ ഭഗവാൻ പറയുന്നത്, നിങ്ങൾ എന്ത് കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്താ ചെയ്യാം? നിങ്ങൾ ഭക്തി ഉപകൃതം, അല്ലെ? നമ്മൾ അല്ലെ പത്രം പുഷ്പം ഫലം തോന്നും യോമേ ഭക്തിയാ പ്രയച്ച്, അല്ലെ? നമ്മൾ ഭക്തിയോടെ ഭഗവാന് അതിനെ സമർപ്പിക്കാനുള്ള കാര്യമാണ്. അപ്പൊ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അതിനെ പ്രസാദമായി, അല്ലെ? പ്രസാദം എന്നുള്ള ഉദ്ദേശം എന്താണ്? ജസ്റ്റ് ഒരു ഭക്ഷണത്തിന് ഉപരി അത് ഭഗവാന്റെ കാരുണ്യം കൂടിയാണ്, അല്ലെ? അപ്പോ അങ്ങനെ ആ പ്രസാദമായിട്ട് നമ്മൾ ആ ഭക്ഷണത്തിന് കഴിക്കുമ്പോൾ നമ്മൾ അകത്തുള്ള നമ്മുടെ ചേതന അല്ലെങ്കിൽ നമ്മുടെ അവബോധത്തിലും ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ചില വ്യക്തികൾ ചിന്തിക്കുന്നത്, ഞാൻ വെജിറ്റേറിയൻ ആണ്, അപ്പൊ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഈവൻ ശാസ്ത്രങ്ങൾ പറയുന്നു, നമ്മൾ ഭഗവാനെ സമർപ്പിക്കാതെ കഴിക്കുന്ന എന്തൊരു ഭക്ഷണം അത് പാപം ഉള്ളതാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ അതിന് നമ്മൾ ഭഗവാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങൾ കഴിക്കാതിരിക്കാൻ പറയുന്നില്ല. ഭഗവാൻ പറയുന്നത്, എന്ത് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാനെ സമർപ്പിച്ചിട്ട് പ്രസാദമായിട്ട് നിങ്ങൾ കഴിക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. നമുക്ക് എന്താ ചെയ്യാം? നമുക്ക് അത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരും 3 നേരം കഴിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാം? അത് ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാനിത് നമ്മൾ കുക്ക് ചെയ്യുന്നുള്ള ബോധത്തോടെ കുക്ക് ചെയ്തിട്ട് നമ്മൾ സമർപ്പിച്ചിട്ട് നമുക്ക് പ്രസാദമായിട്ട് കഴിക്കാം. നമുക്കറിയാം, ഇവിടെ എല്ലാ ഞായറാഴ്ച നമുക്ക് ഇവിടെ വരുമ്പോൾ വിഭവസമൃദ്ധമായിട്ടുള്ള പ്രസാദമാണ് ഇവിടെ കിട്ടുന്നത്. ഭക്തന്മാര് സ്നേഹത്തോടെ അവർ ഭഗവാന് വേണ്ടി സമർപ്പിച്ച് പ്രസാദമായിട്ട് നമ്മൾ കഴിക്കുകയാണ്. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനും ശരീരത്തിനൊക്കെ ഒരുപാട് സന്തോഷം അനുഭവപ്പെടും. നമ്മൾ ഞായറാഴ്ച ഇവിടെ കഴിച്ചിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമുക്കും അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വീട്ടിൽ എന്താ ചെയ്യാം? നമുക്ക് ഭഗവാന്റെ ഒരു പൂജാമുറിയിൽ നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു പ്ലേറ്റിൽ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ നിവേദിച്ചിട്ട് പ്രസാദമായിട്ട് നമ്മൾ കഴിക്കുക എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് എന്ന് പറയുന്നത്, എന്ത് ദാനം ചെയ്യുന്നു, അല്ലെ? അപ്പൊ അടുത്തായിട്ട് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും നമുക്ക് ദാനം ചെയ്യാൻ ഉള്ളൊരു ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും, അല്ലെ? പക്ഷെ നമ്മൾ ചെയ്യുന്ന ദാനം പ്രോപ്പറായാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? അല്ലെ? നമ്മൾ പല പല ആൾക്കാർക്ക് പൈസ കൊടുക്കായിരിക്കും, അത് പ്രോപ്പറായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും, അല്ലെ? അപ്പൊ നമുക്ക് അതിനാണ് ശാസ്ത്രങ്ങൾ തന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ ശാസ്ത്രങ്ങൾ അനുസരിച്ചായിരിക്കും നമ്മൾ ദാനങ്ങൾ കൂടി ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദാനം കൊണ്ട് ആ ഒരു ദാനം കൊണ്ട് നമുക്ക് റിയൽ ആയിട്ട് നമുക്ക് അതിനെ കൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അപ്പൊ ദാനം ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടായിരിക്കണം, അല്ലെ? അപ്പൊ നമുക്ക് ദാനം ചെയ്യാം. അപ്പൊ പല രീതിയിൽ ദാനം ചെയ്യാം. നമ്മളിപ്പോ പുറത്തൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നേരിട്ട് ഭഗവാന് പ്രചരണം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അപ്പൊ പ്രചരണം ചെയ്യുന്ന വ്യക്തികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ധനത്തിന് ഉപയോഗിക്കാം, അല്ലെ? നമുക്കിപ്പോ ബ്രഹ്മോത്സവമൊക്കെ വരാം, അല്ലെ? അപ്പൊ ഉത്സവ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാവരും ഒത്തുചേർന്ന് നമുക്ക് ഭഗവാനെ സേവനം ചെയ്യാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ആ ധനം ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കാം ഈ ഒരു അവസരത്തിൽ. അപ്പൊ നമുക്ക് അതെന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് എന്താണ് ഗുണം? ഒരുപാട് പേർക്ക് ഭഗവാന്റെ കാരുണ്യം കിട്ടാനുള്ള ഒരു അവസരം കൂടിയാണ് ഇങ്ങനത്തെ പല പല ഫെസ്റ്റിവൽസ് ഡിസ്കൗണ്ട് തന്നിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ ഒരു ധനത്തിന് ഭഗവാന്റെ സേവനത്തിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കാം? അപ്പൊ നമ്മൾ ധനം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നമ്മൾ വിചാരിക്കുകയാണ് ഇത് എന്റേതാണെന്നുള്ള ബോധത്തോടെ അതിനോടൊരു അറ്റാച്ച്മെന്റ് നമുക്ക് വരും, അല്ലെ? ആസക്തി വരും. അപ്പൊ നമുക്ക് അത്രത്തോളം ആസക്തി വന്നതിന് എന്താ സംഭവിക്കാം? നമ്മൾ ഇത് എന്റേതാണെന്നുള്ള ബോധം വരുമ്പോൾ വീണ്ടും നമ്മൾ എന്താ സംഭവിക്കാം? നമ്മൾ ഞാൻ ഈ ശരീരമാണെന്നും ഇത് എന്റേതാണെന്നും അത് നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ദുഃഖങ്ങൾ വരികയും ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ ദുഃഖങ്ങളിലോട്ടാണ് നമ്മളെ വഴി പോകുന്നത്. പക്ഷെ അതേ സമയത്ത് ഈ ഒരു ദാനത്തിന് നമ്മൾ ഭഗവാൻ സേവനത്തിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവബോധവും ശുദ്ധീകരിക്കപ്പെടും, അല്ലെ? നമുക്ക് പലപ്പോഴും ഒരു സംശയം വരാം, പുറത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഭഗവാനെ പറ്റി ഓർക്കാൻ സാധിക്കും? ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ബ്രഹ്മചാരിയായിട്ടൊക്കെ സേവനം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ പറ്റി ഓർത്ത് സേവനം ചെയ്യാൻ സാധിക്കും. പക്ഷെ അതേ സമയത്ത്
പുറത്ത് ജോലി ചെയ്യുന്ന വ്യക്തിക്ക് എങ്ങനെ ഭഗവാൻ ഓർക്കാൻ സാധിക്കും എന്ന് ചിന്ത വരാം. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇത് ഭഗവാന് വേണ്ടിയാണുള്ള തോന്നണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഭൗതിക കാര്യങ്ങളായാലും ശരി, അതും ഒരു ഭക്തി സേവനമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ. കാരണം നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, നമ്മൾ എന്തൊരു ജോലി ആയാലും ശരി, അത് നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യുകയും അതിന്റെ ഫലം ഭഗവാന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ഭക്തിയുത സേവനമായിട്ട് മാറാണ് ചെയ്യുന്നത്. അത് വളരെ പ്രാക്ടിക്കലാണ്. ശീല പ്രഭുപാദ് പറഞ്ഞിരുന്നു അല്ലെ, ഭക്തിയുത സേവനം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ ബാക്കിയുള്ള പോലെ നമുക്ക് വേറെ യോഗ അനുഷ്ഠാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഭക്തിയിലാണെങ്കിൽ നമുക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അത് ചെയ്യാൻ സാധിക്കും. ഭഗവാന്റെ കാരുണ്യം കൊണ്ടും നമ്മുടെ ആത്മാർത്ഥത കൊണ്ട് നമുക്ക് അതിനെ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഭഗവാനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തി ഏതൊരു അവസ്ഥയിലും നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മളിതിൽ പറയുന്നു. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നു. അപ്പൊ നമ്മൾ പല രീതിയിൽ തപശ്ചര്യകൾ അനുഷ്ഠിക്കും അല്ലെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഈ തപശ്ചര്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ നമുക്ക് നമ്മൾ തന്നെ കുറച്ച് തപസ്യകൾ നമ്മൾ അനുഷ്ഠിക്കും അല്ലെ. ഭക്തി വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ പല പല കാര്യങ്ങൾ നമ്മൾ ത്യാഗം ചെയ്യും. ചില കാര്യങ്ങൾ നമ്മൾ ചായ കാപ്പി കുടിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ ഭഗവാന് സമർപ്പിച്ചിട്ട് പ്രസാദമായിട്ട് നമ്മൾ കഴിക്കും. നമ്മൾ യമനിയമങ്ങളിൽ പാലിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ ചെറിയ തപശ്ചര്യയാണ്. പക്ഷെ ഇത് ചെയ്യുന്നത് എന്തിനാണ്? ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ ബോധത്തോടെ ചെയ്യണം. അപ്പൊ അതിൽ നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യത്തിലും ഇത് ചെയ്യുന്നതിന്റെ അവബോധമാണ് വളരെ ഇമ്പോർട്ടൻസ്. ആക്ച്വലി നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യായിരിക്കും, പക്ഷെ ഇത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ഞാൻ എന്തോ വലിയ തപസ്വിയാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. പക്ഷെ ഇത് ഭഗവാന്റെ തൃപ്തിക്കാണ് എന്നുള്ള ബോധത്തോടെ ചെയ്യുമ്പോഴാണ് അത് ഒരു ഭക്തിയുത സേവനമായിട്ട് മാറുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനെയും ഭഗവാനെ സമർപ്പിക്കുക എന്ന കാര്യമാണ് അതിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതില് നമുക്കറിയാം, പ്രഭുപാദിന്റെ ഭാവാർത്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതില് കാണാൻ സാധിക്കും ഒരുപാട് ഭാവാർത്ഥങ്ങൾ. ശീല പ്രഭുപാദ് എപ്പോഴും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ഇമ്പോർട്ടൻസ് എപ്പോഴും പറയും ഭാവാർത്ഥത്തിൽ അല്ലെ. ഇതിനും അതുപോലെ തന്നെ അത് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പം നമ്മൾ ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് സംശയം വരാം, എങ്ങനെയാണ് പിന്നെ ഭഗവാൻ അങ്ങനെ അത്രയും നമുക്ക് ഓർക്കാൻ സാധിക്കുക? എല്ലാ സമയവും നമ്മൾ ചിലപ്പോൾ ഈ പ്രവർത്തനത്തിലായിരിക്കില്ല, അപ്പൊ പിന്നെ എങ്ങനെ ഭഗവാൻ ഓർക്കാൻ സാധിക്കും? അപ്പൊ അതിനാണ് പ്രഭുപാദ് പറയുന്നത് നിരന്തരം ഭഗവാന്റെ തിരുനാമങ്ങൾ നമ്മൾ ജപിക്കുകയാണ് അല്ലെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഭഗവാന്റെ തിരുനാമങ്ങൾ നിരന്തരം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഓരോ നിമിഷവും ഭഗവാനായിട്ട് നമുക്ക് സംഘം ചെയ്യാൻ സാധിക്കുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ അത് വളരെ എളുപ്പമാണ് അല്ലെ. നമുക്ക് അതിന് യാതൊരു ചെലവോ കാര്യങ്ങളോ അതിന് വല്ല നിയമങ്ങളോ ഒന്നുമില്ല. ഏതൊരു വ്യക്തിക്കും ഏതൊരു സമയത്തും ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാൻ സാധിക്കും. അത് ചെറിയൊരു കുട്ടിയായാലും ശരി, ഒരു വീട്ടമ്മയായാലും ശരി, ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായാലും ശരി, വയസ്സായാലും ആർക്കായാലും ചെയ്യാൻ സാധിക്കും. നമ്മൾ എന്താ ചെയ്യാം? നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഭഗവാന്റെ തൃപ്തിക്കാണെന്നുള്ള ബോധത്തോടെ ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്താണ്? നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനുള്ള കാര്യമാണ്. അപ്പൊ ഭഗവാന്റെ നാമം ജപിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഞാൻ ഭഗവാന്റെ ദാസനാണെന്നും ഞാൻ ഇത് ചെയ്യുന്നത് ഭഗവാന്റെ സേവനത്തിനാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവും. നമ്മൾ നാമം അപ്പൊ അങ്ങനെ നിരന്തരം നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഭഗവാന്റെ ദാസനാണെന്നുള്ള ബോധം അദ്ദേഹത്തിന് കാലക്രമേണ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ശാസ്ത്രങ്ങൾ പറയുന്നത് എന്താണ്? നമുക്ക് ഒരു 16 മാലയെങ്കിലും നമ്മൾ പറഞ്ഞ് ജപിക്കണം എന്നാണ് അല്ലെ. അപ്പം അതിൽ പറയുന്നു ശാസ്ത്രങ്ങളിൽ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ പല പല നിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷൻ എന്താണ്? പറഞ്ഞത് നമ്മൾ 16 മാലയെങ്കിലും നമ്മൾ ജപിക്കണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, ഉപദേശം എന്ന് പറയുന്നത്. അപ്പൊ 16 മാലകൾ നമ്മൾ ജപിക്കണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് 16 മാല അല്ല. 16 മാല ജപിച്ച ശേഷം ഇനിയും 16 മാല ഇനിയിപ്പോൾ ജപിക്കേണ്ട ആവശ്യമില്ല എന്നല്ല ആക്ച്വലി. കാരണം ഭഗവാൻ പറയുന്നത് കീർത്തനീയ സദാഹരി, നമ്മൾ സദാസമയം ഭഗവാനെ നമ്മൾ ഓർക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെന്താ ചെയ്യാം? നമുക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ നമ്മൾ ഭഗവാനെ പറ്റി ജപിക്കാൻ ശ്രമിക്കുക. നമ്മൾ എക്സ്ട്രാ റൗണ്ട്സ് നമ്മൾ ജപിക്കുക, എന്തെങ്കിലും രീതിയിൽ ഭഗവാനെ പറ്റി ഓർക്കാൻ ശ്രമിക്കുക അല്ലെ. നമുക്ക് പ്രഭുപാദ് അതുകൊണ്ടാണ് ഭക്തിയുടെ സേവനമായിട്ട് തന്നിരിക്കുന്നത് അല്ലെ. നമുക്ക് നാമം ജപിക്കാം, കുറച്ച് കീർത്തനങ്ങൾ ചെയ്യാം, ഗ്രന്ഥങ്ങൾ വായിക്കാം, സേവനങ്ങൾ അനുഷ്ഠിക്കാം. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് വളരെ ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് കുറെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നാമം ജപിക്കാൻ അത്രയും തോന്നില്ല. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് ഒരു കർത്താലെടുത്ത് നമുക്ക് ഏതെങ്കിലും ഹരേകൃഷ്ണ മാത്രം കീർത്തനങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ വൈഷ്ണവ വചനങ്ങൾ നമുക്ക് പാടാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചേരം എന്ത് ചെയ്യാം? ഗ്രന്ഥങ്ങൾ വായിക്കാം. നമുക്ക് ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ ഗ്രന്ഥങ്ങൾ വായിക്കാം. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമുക്ക് സേവനങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഭക്തി സേന നമുക്ക് തരുന്നത്. അപ്പൊ അതെന്താ ചെയ്യുക? അതിന്റെ ഉദ്ദേശം എന്താണ്? നമുക്ക് എങ്ങനെ ഭഗവാനെ പറ്റി ഓർക്കാൻ സാധിക്കുന്നതാണ് അതിന് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എങ്ങനെ ഭഗവാനെ പറ്റി ഓർക്കാനുള്ള കാര്യമാണ് അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ നമുക്ക് പറയുന്നത്. കാരണം നമുക്ക് ഇതിൽ ശീല പ്രഭുപാദ് ഇതിൽ പറയുന്നു, എങ്കിലും ദിവസത്തിൽ 24 മണിക്കൂർ മാലയെടുത്ത് ഹരേകൃഷ്ണ മന്ത്രം ഉരുട്ടുകൊണ്ട് കൃഷ്ണനെ ധ്യാനിച്ചിരുന്നാൽ ഒരാൾ ഉത്തമനായ ധ്യാനയോഗിയായി തീരും, സംശയമില്ല. ഇത് 6ാം അധ്യായത്തിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പം പ്രഭുപാദൻ നമുക്ക് ആക്ച്വലി ഇതിൽ ഊന്നൽ കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് ശരിയായൊരു ധ്യാനയോഗി ആവാൻ സാധിക്കുന്നതാണ് ശീല പ്രഭുപാദ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആക്ച്വലി എന്താ നമ്മുടെ ഉദ്ദേശം?
ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിന് എളുപ്പമായിട്ടുള്ള മാർഗം എന്താണ്? നമ്മൾ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാനുള്ള കാര്യമാണ് അല്ലെ. കാരണം എന്താണ്, നമുക്ക് പല പല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ യുഗത്തിലും നമുക്ക് ഓരോ യുഗത്തിലും നമുക്ക് ഓരോരോ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, ഹൃദയധ്യായതോ വിഷ്ണു ത്രേതായാം യശതോ മകൈ ദ്വാപരെ പരിചര്യായ കലോതത് ഹരികീർത്തനം അല്ലെ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയധ്യായതോ വിഷ്ണു. അപ്പോൾ ഹൃദയയുഗം എന്ന് പറയുന്നത് സത്യയുഗത്തില് നമ്മൾ ഭഗവാൻ വിഷ്ണുവിനെ പറ്റി എന്താ ചെയ്യാം? മെഡിറ്റേഷൻ ചെയ്യാം അല്ലെ. അതാണ് ധ്യാനം. അതാണ് ധ്യായതോ വിഷ്ണു ത്രേതായാം യശതോ മകൈ അല്ലെ. ത്രേതായുഗത്തിൽ എന്താ ചെയ്യുക? വലിയ വലിയ യജ്ഞങ്ങൾ യാഗങ്ങൾ ചെയ്യാനാണ് ആ ഒരു യുഗത്തിന്റെ ധർമ്മം. ദ്വാപരെ പരിചര്യായാത്. അപ്പൊ ദ്വാപരയുഗത്തിൽ എന്താ ചെയ്യുക? പരിചര്യായാത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ വലിയ അമ്പലങ്ങൾ കെട്ടി വിഗ്രഹാരാധന ചെയ്യാനാണ്. കലോതത് ഹരി കീർത്തന അല്ലെ. കലിയുഗത്തിൽ നമ്മൾ എന്താ ചെയ്യുക? ഹരിയുടെ തിരുനാമം ജപിക്കാനുള്ള കാര്യമാണ്. അപ്പൊ അതാണ് നമ്മളെ ഈ ഒരു മൂവ്മെന്റിന്റെ ഉദ്ദേശം അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഹരേ കൃഷ്ണ മൂവ്മെന്റ് അല്ലെ, ഇപ്പോൾ നമ്മൾ പറയുന്നത് അല്ലെ. അതിന് ഉദ്ദേശം എന്താണ്? ഭഗവാന്റെ തിരുനാമം ജപിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കലിയുഗത്തിൽ നമുക്കറിയാം, നമുക്ക് വളരെ നാമം ജപിക്കണം ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും മനസ്സ് നിൽക്കില്ല, വേറെ വേറെ പല പല കാര്യങ്ങൾ ചെയ്യാൻ മനസ്സ് വെമ്പലുകളും. എന്നാലും നമ്മൾ മനസ്സിലാക്കുക, എന്റെ ഒരേ ഒരു എനിക്കും ബാക്കിയുള്ളവർക്കും നന്മ കൊടുക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? ഞാൻ ഭഗവാന്റെ ഒരു പരിശുദ്ധ ഭക്തനാവുക, ബാക്കിയുള്ളവരും ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാക്കുക. ഇത് മാത്രമാണ് എന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അത് ഫോളോ ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് കേൾക്കുക, നിരന്തരം കേൾക്കുകയും അവരെങ്ങനെയാണ് അവർ ജീവിത ശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിത ശൈലി നമ്മൾ മോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇതിലോട്ട് വരാൻ സാധിക്കുക. കാരണം കലിയുഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ദോഷങ്ങളുള്ള ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, പലപ്പോഴും നമ്മൾ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കും? നല്ല വാർത്തയാണോ കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ മോശമായിട്ടുള്ള വാർത്തകളാണോ? മോശമായിട്ടുള്ള വാർത്തകളാണ് കൂടുതൽ കാണാൻ സാധിക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അപ്പം പരീക്ഷിത് മഹാരാജാവ് ശ്രീമദ് ഭാഗവതത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം 12-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ നിന്ന് ചോദിക്കുന്നു, അപ്പൊ കലിയുഗത്തിൽ എന്താണ് ഒരു ആശ്രയം? കാരണം കലിയുഗത്തിൽ നന്മകളൊന്നും ഇല്ലല്ലോ. അപ്പൊ ശ്രുതേ ഗോസ്വാമിയോട് ചോദിക്കും എന്താണ് ആശ്രയം എന്ന് ചോദിച്ച സമയത്ത് ശ്രുതേ ഗോസ്വാമി പറയുന്നത്, കലൈർദോഷ നിധേയരാജൻ ഹസ്തിയേകത് മഹത് ഗുണാ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഘ പരമൃജയത് അല്ലെ. അപ്പം അദ്ദേഹം പറയുന്നു, അല്ലയോ മഹാരാജാവേ, ഈ കലിയുഗം എന്ന് പറഞ്ഞ ദോഷങ്ങളുടെ സാഗരമാണ്. നമ്മൾ എവിടെ നോക്കിയാലും ദോഷങ്ങളെ കാണാൻ സാധിക്കുന്നു. പക്ഷെ എന്നാൽ അവിടെ ഒരു നല്ല ഗുണം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഹസ്തിയേകത് മഹത് ഗുണ. എന്താണ് നല്ല ഗുണം? കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഘ പരമൃജയത്. ഏത് വ്യക്തിയാണോ ഭഗവാൻ കൃഷ്ണന്റെ തിരുനാമങ്ങൾ ജപിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാ പാപങ്ങളും എല്ലാ കാര്യങ്ങളും മുക്തി നേടാൻ സാധിക്കുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് നാമജപത്തിലൂടെയാണ് ആക്ച്വലി ഭഗവാനായിട്ട് ഈസിലി ആയിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് പലപ്പോഴും ചിന്തിക്കും ഇത് ജസ്റ്റ് ഒരു മാലയല്ലേ, നമ്മൾ ഇവിടെ ഇരുന്നോണ്ട് ജപിച്ചുകൊണ്ട് എങ്ങനെയാണ് ഭഗവാന് സന്തോഷം കിട്ടുക എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കായിരിക്കും. പക്ഷെ ശാസ്ത്രങ്ങളും ഗുരുക്കളും സാധുവര്യന്മാരൊക്കെ പറയുന്നതാണ് നമ്മൾ നാമം ജപിക്കുള്ള കാര്യമാണ് ഊന്നൽ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മളെ കൊണ്ട് നാമം ജപിക്കാൻ സാധിക്കും അത്രത്തോളം നമ്മൾ നാമം ജപിക്കുക എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ച് പോകണം, അപ്പോൾ നമുക്ക് നാമം ജപിക്കാം, നടന്നു പോവാണെങ്കിൽ നാമം ജപിക്കാം. പല രീതിയിൽ എങ്ങനെയെങ്കിലും നമ്മൾ ഭഗവാനെ പറ്റി ഓർക്കാനുള്ള കാര്യമാണ് ഭക്തി സേവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഭഗവാനെ പറ്റി ഓർത്തില്ലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി കാര്യങ്ങളെ പറ്റി നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും, എന്തായാലും ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ എന്താ ചെയ്യാം? നമുക്ക് മനസ്സിനെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യാം. നമുക്ക് ഭഗവാനെ പറ്റി ഓർക്കാൻ ഉള്ളൊരു അവസരത്തിന് മനസ്സിന് ആ ഒരു അവസരം കൊടുക്കാനുള്ള കാര്യമാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതിനാണ് നമുക്ക് ഒരു സാധനാഭക്തി എന്ന രീതിയിൽ ആചാര്യന്മാർ നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. നമ്മൾ രാവിലെ എണീറ്റ് 16 മാല നമ്മൾ ജപിക്കുക, പിന്നെ ശീലപ്രഭുവാന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക, നമ്മൾ കുറച്ച് ലെക്ചേഴ്സ് ഒക്കെ കേൾക്കുക. അപ്പൊ അങ്ങനെ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് എന്താ സംഭവിക്കുക? അങ്ങനെ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ അവബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇന്ന് രാവിലെ എന്റെ തുടക്കം മുതലേ ഭഗവാന് വേണ്ടിയിട്ടാണ് എന്റെ സമയം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താ ചിന്ത ഉണ്ടാവും? അപ്പൊ എനിക്ക് എങ്ങനെ ഇനി ഉള്ള ബാക്കിയുള്ള സമയത്ത് കൂടി ഭഗവാനെ പറ്റി ഓർക്കാൻ സാധിക്കും, എങ്ങനെ എനിക്ക് കൂടുതൽ ഭഗവാനെ പറ്റി സേവനം ചെയ്യാൻ സാധിക്കുള്ള ബോധമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിവിടെ സാധാരണ വ്യക്തിയെ പറ്റി ഊന്നൽ കൊടുക്കുന്ന ആചാര്യന്മാർ. കാരണം അത് വളരെ നമുക്ക് നമ്മളപേക്ഷിച്ച് ചിലപ്പോൾ അത് തപശ്ചര്യമായിട്ട് അനുഭവപ്പെടും. 16 മാല ജപിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് ശീലപ്രബോധന ഗ്രന്ഥങ്ങൾ വായിക്കുന്നതോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് ചെയ്താലേ നമുക്ക് ഭഗവാന്റെ അടുത്തുള്ള ആ സ്നേഹം വളർന്നെടുക്കാൻ സാധിക്കുള്ളൂ. കാരണം ഇത് മാത്രമാണ് നമുക്ക് ഏതൊരു ആശ്രയം. കാരണം നമുക്ക് ഭഗവാനെ മറന്ന് ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കില്ല. നമ്മൾ ഭഗവാനെ മറന്നിട്ടാണ് ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പല രീതിയിൽ നമുക്ക് സന്തോഷം നേടാൻ നമ്മൾ ശ്രമിക്കുകയാണ് അല്ലെ. നമുക്ക് പല രീതിയിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമുക്ക് യഥാർത്ഥമായിട്ട് സന്തോഷം ഇതുവരെ കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതേ സമയത്ത് നമ്മൾ എപ്പോഴാണോ നമ്മൾ ഭഗവാന് സന്തോഷം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് റിയൽ ആയിട്ടുള്ള സന്തോഷം കിട്ടുന്നത് അല്ലെ. നമ്മൾ എങ്ങനെയാണ് ഒരു വൃക്ഷത്തിന്റെ വേരിൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിന്റെ പൂക്കൾക്കും പുഷ്പങ്ങൾക്കും പുഷ്ടി കിട്ടുന്നത് അല്ലെ, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിൽ ഭക്ഷണം പോകുമ്പോൾ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ശരീരഭാഗങ്ങൾക്കും ആക്ച്വലി തുഷ്ടി കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴാണോ ഭഗവാന് സന്തോഷം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് യഥാർത്ഥമായിട്ട് നമുക്കും എല്ലാ ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും സന്തോഷവും കിട്ടുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുക, നമുക്കൊണ്ട് ആവുന്ന രീതിയിൽ ഈ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തന്നെ
നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻസ്. അല്ല നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമല്ല, അത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. അല്ലേ, മനസ്സിലായി? നമ്മൾ ചെയ്യുമ്പോൾ അത് കൃഷ്ണന് വേണ്ടിയിട്ടാണെന്നുള്ള ബോധം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന എന്ത് സേവനം, ചെറുതായാലും ശരി വലിയ സേവനമായാലും ശരി, ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന ബോധത്തോടെ ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു ബോധം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സേവനം ചെയ്യുന്നു തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥന സമർപ്പിക്കുക. അല്ലെ, നമ്മൾ എന്താണ് ഞാൻ ഇത് ചെയ്യുന്നത് അങ്ങയുടെയും ഭക്തന്മാരുടെയും തൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ ഓർത്തുകൊണ്ട് ആ സേവനം ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ സേവനം ആദ്യം കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഒരു യാന്ത്രികമായിട്ട് മാറും പലപ്പോഴും. അപ്പൊ യാന്ത്രികമായിട്ട് മാറുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു ചടങ്ങായിട്ട് പലപ്പോഴും ചെയ്തു പോകും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പലപ്പോഴും അതിലൊരു രുചി അനുഭവപ്പെടാത്തത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്, ഇത് ഭഗവാന്റെ ഭക്തന്മാരുടെ കാര്യം കൊണ്ടാണ് എനിക്ക് ഒരു സേവന അവസരം കിട്ടിയിരിക്കുന്നത്. എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ഈ അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് ഈ അവസരം കിട്ടിയിരിക്കുകയാണ്. അത് ഞാൻ ഭഗവാന്റെ അടുത്തും ഭക്തന്മാരുടെ അടുത്തും ഞാൻ കടപ്പെട്ടവനാണെന്ന ബോധത്തോടെയും ആ ഒരു കൃതജ്ഞതയോടെ നമ്മൾ ആ സേവനം ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നതും ആ സേവനം വളരെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതും. അപ്പം അതാണ് നമുക്ക് ആ ബോധത്തോടെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ടും ഭക്തിയിൽ പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതൊന്നും ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ് എന്ന ബോധം നമ്മൾ കൊണ്ടുവരാനുള്ളതാണ് ഈ ശ്ലോകം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞു തരുന്നത്. ഭഗവാൻ സമർപ്പിക്കുക എന്നതാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. കാരണം ഈ ഒരു അധ്യായത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല പല ശ്ലോകങ്ങളും ഭഗവാൻ വളരെ വ്യക്തമായിട്ടും എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ വളരെ പ്രാക്ടിക്കലായിട്ടും നമ്മളിപ്പോ പുറത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായാലും ശരി, അദ്ദേഹത്തിന് എങ്ങനെ ഭക്തി പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യം ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം ഭഗവാൻ വേണ്ടി ചെയ്യുക എന്നുള്ള കാര്യമാണ് വീണ്ടും കൊണ്ട് ഇവിടെ പറയുന്നത്. അപ്പം ഇതിലും നമുക്ക് ശാസ്ത്രങ്ങളിലും ഒരു ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ നമുക്ക് നമ്മൾ പറയുന്നുണ്ട്, ആക്ച്വലി ഒരു ശ്ലോകത്തിൽ പറയുന്നു, ഏതാവൻ ജന്മസാഫല്യം ദേഹിനാം ഇഹ ദേഹിഷു പ്രാണേർ അർത്ഥേർ ദിയ വാച ശ്രേയസ് ആചരണം തഥാ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പം അതിൽ പറയുന്നു, അപ്പം എന്താണ് ശരിക്കുമുള്ള വെൽഫെയർ വർക്ക്, അല്ലെങ്കിൽ എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണ്? അപ്പം എന്താണെന്ന് ചോദിച്ച സമയത്ത് അത് ഭാഗവത്തിലെ ദശമസ്കന്ധത്തിലാണ് വരുന്നത്. അപ്പൊ അതിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, അത് ഗോപബാലന്മാരത്ത് ഈ ശ്ലോകം പറയുന്നത് തൊട്ട് മുമ്പായിട്ട് ഭഗവാൻ തന്നെ ഗോപബാലൻ പറഞ്ഞു കൊടുക്കണം. ഒരു മരത്തിന്റെ എക്സാമ്പിൾ എടുത്തിട്ടാണ് പറയുന്നത്, ഒരു വൃക്ഷത്തിന്റെ എക്സാമ്പിൾ. അപ്പൊ വൃക്ഷത്തിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൃക്ഷത്തിന്റെ ജീവിതം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒരു സാക്രിഫൈസ് ആണ്, അല്ലെ, ഒരു ത്യാഗമാണ്. കാരണം എന്താ ചെയ്യുന്നത്, വൃക്ഷം ഏതൊരു കൊടും വെയിലും അല്ലെങ്കിൽ ഭയങ്കര കോരിച്ചൊരിയുന്ന മഴയിലായാലും ശരി എല്ലാവർക്കും ആശ്രയം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു വൃക്ഷം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ആ വൃക്ഷം എന്താ ചെയ്യുന്നത്, അതിന്റെ ഇലകളും പൂക്കളും പുഷ്പങ്ങളൊക്കെ നമുക്ക് തരികയാണ്, ഫലങ്ങളൊക്കെ നമുക്ക് തരികയാണ്. അപ്പൊ അതേപോലെ തന്നെ ഒരു വൃക്ഷത്തിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാമേ അത് എല്ലാവർക്കും സമർപ്പണ ബോധത്തോടെയാണ് വൃക്ഷം അദ്ദേഹത്തിന്റെ ജീവിതം നയിക്കുന്നത്. അപ്പൊ ഇവൻ നമ്മൾ വൃക്ഷത്തിന്റെ അപ്പൊ വൃക്ഷം ഒന്നും തരാതിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, വെട്ടിയെടുത്ത ശേഷം അതിനെ കൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, പല പല മരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മരങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ വീട്ടിലെ പല കഥകളും ജനലകളൊക്കെ ഉപയോഗിക്കുകയാണ്. പിന്നെ വൃക്ഷത്തിന് വെട്ടിയാൽ അതിൽ വരുന്ന അതിന്റെ ആ ഒരു പാലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതും നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പല പല കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വൃക്ഷത്തിന്റെ ജീവിതം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാക്രിഫൈസ് ആണ്. അതുപോലെ തന്നെ ഒരു റിയൽ ഭക്തന്റെ ജീവിതം ഒരു സാക്രിഫൈസ് ആണെന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എന്താണ്, അദ്ദേഹം എന്താ ചെയ്യുന്നത്, യഥാവാ ജന്മസാഫല്യം ദേഹിനോ ഇഹ ദേഹിഷു, ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിതം ചെയ്യുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ജീവിതം നയിക്കുന്നത്, പ്രാണേർ അർത്ഥേർ ദിയ വാച, അല്ലെ, പ്രാണൻ കൊണ്ടും അർത്ഥേർ ദിയ വാച, പ്രാണൻ കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഭഗവാനും ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള സേവനമാണ്. പിന്നെ അർത്ഥത് പ്രാണൻ അർത്ഥേർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൽത്ത്, അല്ലെ, നമ്മുടെ സമ്പാദ്യം, അതും ഭഗവാന്റെ സേവനത്തിന് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ എന്താ ദിയ, നമ്മൾ ഭഗവാൻ തന്ന ബുദ്ധിയെ നമുക്ക് ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നു. പിന്നെ വാച, നമ്മുടെ വാക്കുകളും ഭഗവാനെ പ്രകീർത്തിക്കാനും ബാക്കിയുള്ളവരെയും ഭഗവാന്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഭഗവാൻ തന്ന എന്ത് കഴിവുകൾ, നമുക്ക് എല്ലാവരും പല പല രീതിയിലുള്ള കഴിവുകളായിരിക്കും ഉണ്ടാവാം. പക്ഷെ എന്ത് കഴിവ് ഭഗവാൻ തന്നിരിക്കുന്നു ആ കഴിവിനെ നമ്മൾ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി നമ്മുടെ ലൈഫ് റിയലി ഒരു പെർഫെക്ഷനോട്ട് കൊണ്ടുവരാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ളവർക്ക് കൂടി ഒരു റിയൽ വെൽഫെയർ വർക്കായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൃഷ്ണാബോധം തന്നെയാണ് നമുക്ക് ആക്ച്വലി ബാക്കിയുള്ളവർക്ക് നന്മ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ ബാക്കി എന്ത് കാര്യം നമ്മൾ ചെയ്താലും അതൊക്കെ കുറച്ച് നേരത്തേക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയാണ്, ഭക്ഷണം കഴിച്ചാൽ ഒരു 6-7 മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും വിശക്കും. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ജോലി വാങ്ങിച്ചു കൊടുത്താൽ കുറച്ച് നാൾക്ക് അദ്ദേഹം ജോലി ശേഷം വീണ്ടും അദ്ദേഹത്തിന് ജോലി കാലം സമയത്തിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന് വേറെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു വീട് പണിത് കൊടുത്താലും കുറച്ച് നാൾ ഒരു 60-70 വയസ്സുകാർക്ക് അദ്ദേഹം വീട്ടിൽ നിൽക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഭക്തി സേവനം പറഞ്ഞു കൊടുത്താൽ അദ്ദേഹത്തിന് ഈ നമ്മുടെ ഭൗതികലോകത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് പുറത്തു വരാനും അദ്ദേഹത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ഭഗവാനായിട്ടുള്ള സ്നേഹബന്ധത്തിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അത് മാത്രമാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം നൽകുക എന്നാണ് ശാസ്ത്രങ്ങൾ വളരെ വ്യക്തമായിട്ടും പറയുന്നത്. അപ്പൊ അതിനൊക്കെ നമുക്ക് ഒരേ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തിരുനാമം നമ്മൾ ആശ്രയിക്കാനുള്ള കാര്യമാണ്.
എത്രത്തോളം ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്നു അത്രത്തോളം നമ്മൾ കൃഷ്ണാമോദത്തിൽ ഇരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ശീല പ്രഭുപാദ് പലപ്പോഴും പറയുന്നത് നമ്മുടെ കൃഷ്ണാമോദ പ്രസ്ഥാനത്തിൽ നമ്മുടെ 90% പുരോഗതി എന്ന് പറയുന്നത് ഹരേകൃഷ്ണ മാത്ര ജപത്തിലാണെന്നാണ് പറയുന്നത്. നമ്മൾ എത്രത്തോളം ഭഗവാന്റെ നാമത്തിന് ജപിക്കുന്നു അതനുസരിച്ചാണ് നമുക്ക് പുരോഗതി ഉണ്ടാവാം. പക്ഷെ അതേ സമയത്ത് നമുക്ക് ആ ഒരു നാമജപത്തിലുള്ള വിശ്വാസം അത്രയും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാ പ്രക്രിയകളും നമുക്കുള്ളത്. നമുക്ക് ശീലപ്രഭുപാദ് ഗ്രന്ഥങ്ങളായാലും ശരി, കാരണം നമ്മൾ ഇന്നത്തെ ഈ ഒരു ഭാവാർത്ഥം നമ്മൾ വായിച്ചാലും ഇതിലും ഹരേകൃഷ്ണ മാന്ത്രത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴൊക്കെ ഭക്തന്മാർ പറയുന്നത് ഹരേകൃഷ്ണ മാന്ത്രത്തിന്റെ പ്രാധാന്യത്തിനെ പറ്റിയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പൊ എത്രത്തോളം ഒരു വ്യക്തി നാമജപത്തിന് ഊന്നൽ കൊടുക്കുന്നു അത്രത്തോളം അദ്ദേഹത്തിന് ഭഗവാന്റെ അടുത്തുള്ള അസോസിയേഷൻ കിട്ടും. വളരെ എളുപ്പമാണ് അല്ലെ. നമുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയൊരു പണക്കാരനായ ഒരു വ്യക്തി അടുത്തുള്ള പോയി അദ്ദേഹത്തിന് സംഘം ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമാണ്. വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി നമുക്ക് ഒരിക്കലും നടക്കില്ല. പക്ഷെ ഭഗവാൻ അത്രയും കാരുണ്യവാനാണ്. അത്രയും എല്ലാത്തിനും നാഥനായ ഭഗവാന്റെ അടുത്ത് അസോസിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? ഭഗവാന്റെ ഒരു തിരുനാമം ജപിച്ചാൽ ഭഗവാനായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത്രയും മെർസിഫുൾ ആണ് ഭഗവാൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെ ശ്രദ്ധയോടെ നമ്മൾ നാമം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ നിമിഷവും നമുക്ക് ഭഗവാന്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ജീവിതശൈലി നയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നമുക്ക് നല്ല രീതിയിൽ പുരോഗമിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ശീലപ്രഭുപാദ് നമുക്ക് തരുന്നത്. നിങ്ങൾ മിനിമം 16 മാലെങ്കിലും ഡെയിലി ജപിക്കുക, ഒരു ചിട്ട നമുക്ക് രാവിലെ എണീറ്റ് ജപിക്കാനുള്ള കാര്യം തരുന്നത്. കാരണം ആ ഒരു വ്യക്തി ആത്മാർത്ഥമായ ഒരു വ്യക്തി 16 മാല ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള സമയം അദ്ദേഹം ഭഗവാനെ പറ്റി ഓർക്കാനും ഭഗവാനെ തൃപ്തിപ്പെടുത്തണം എന്നും ഭഗവാനെ സേവനം ചെയ്യാനുള്ള ആഗ്രഹം അതിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷെ നമ്മൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഒരിക്കലും ഭഗവാനെ പറ്റി ഓർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ സിൻസിയർ ആയിട്ട് നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസിനെ ഫോളോ ചെയ്യും. കാരണം നമ്മൾ ആചാര്യന്മാരെ തരുന്ന പല വേദങ്ങൾ എന്ന് പറയുന്നത് ചുമ്മാ തരുന്നതല്ല. കാരണം ഈ ഒരു നമുക്ക് പല വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ നമുക്കൊണ്ട് സാധിക്കില്ല ഈ കലിയുഗത്തിൽ. കാരണം നമ്മുടെ മനസ്സും അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിയൊന്നും അത്രയ്ക്കില്ല. പക്ഷെ അവരുടെ കാരുണ്യമാണ് അവർ അതിൻ്റെയൊക്കെ എല്ലാ സാരത്തിനെയും മനസ്സിലാക്കിയിട്ട് നമുക്ക് അവരുടെ ഭാവാർത്ഥത്തിൽ നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ നമുക്ക് വളരെ സിംപ്ലിഫൈ ഫോം ആയിട്ടാണ് നമുക്ക് ഇതിനെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതിനെ പ്രാവർത്തിയാക്കുന്ന ഓരോ വ്യക്തികൾക്കും റിയലി അവർക്ക് അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സന്തോഷം കണ്ടെത്താൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശീല പ്രഭുപാദിന്റെ ശിഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പം ശീല പ്രഭുപാദിന്റെ ശിഷ്യന്മാരെ അപേക്ഷിച്ച് അവര് ജനിച്ചത് വളർന്നൊക്കെ നോക്കുകയാണെങ്കിൽ അവര് കൃഷ്ണനെ പറ്റി അറിയുന്ന കുടുംബത്തിലോ ഒന്നും അല്ല അല്ലെ. വിദേശമായിട്ടുള്ള ശരീരത്തിലാണ് അവർ ജനിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും അവർ ആത്മാർത്ഥമായിട്ടും ഭഗവാൻ ശീല പ്രഭുപാദിന്റെ ഉപദേശങ്ങളും ശീല പ്രഭുപാദിന്റെ ഇൻസ്ട്രക്ഷൻസ് അവർ ഫോളോ ചെയ്തുകൊണ്ടാണ് അവർ കൃഷ്ണോത്തമാരെ മാറി ഇന്ന് അവർ പ്രചരണം ചെയ്യണം. പല സ്ഥലത്തും പ്രചരണം ചെയ്യുന്ന നമ്മളെ പോലുള്ള വ്യക്തികളെ കൂടി ഉദ്ധരിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതൊരു വ്യക്തിക്കും ഭഗവാൻ കൃഷ്ണന്റെ പരിശുദ്ധ ഭക്തനാവാൻ സാധിക്കും. അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ ആ ഒരു ആഗ്രഹമാണ്. എനിക്ക് ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാവണമേ ഉള്ള ആത്മാർത്ഥമായുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെയും ഭക്തന്മാരുടെയും കാരുണ്യം കൊണ്ട് നമുക്ക് ഭക്തനാവാൻ സാധിക്കും. അപ്പൊ ആഗ്രഹം വളർത്താനുള്ള അവസരമാണ് നമുക്ക് ഈ ഒരു സത്സംഗങ്ങളും നമ്മുടെ ഈ ഫെസ്റ്റിവൽസും നമുക്ക് ഈ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. ആ ആഗ്രഹത്തിന് വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അത് നമ്മുടെ എഫേർട്ടാണ്. അപ്പൊ നമുക്ക് നിരന്തരം നമ്മൾ ക്ലാസ്സുകളും തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഓർക്കുക, എനിക്ക് എങ്ങനെ കൃഷ്ണനെ പറ്റി തൃപ്തിപ്പെടുത്താൻ സാധിക്കും, ഞാൻ കൃഷ്ണന് വേണ്ടി എന്ത് സേവനം ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളൊരു എഫേർട്ട് ഇടുമ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ടും നമുക്ക് അങ്ങനെ ഒരു ഇതിലോട്ട് നമുക്ക് വരാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഇത് മനസ്സിലാക്കുന്നത്. അപ്പം ഇതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ പറയാനുള്ളത്. പിന്നെ എസ്പെഷ്യലി നമുക്ക് ബ്രഹ്മോത്സവം കൂടി വരികയാണ്. അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിന്റെ ഒരു പ്രാക്ടിക്കൽ ചെയ്യാനുള്ള ഒരു അവസരമാണ്. ബ്രഹ്മോത്സവം വരുന്ന സമയത്തും എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പങ്കെടുക്കാം. പല സേവനങ്ങൾക്കും ഭഗവാനെ പറ്റി ഓർക്കാനും ഭഗവാനെ പറ്റി കേൾക്കാനൊക്കെ ഉള്ള അവസരം നമുക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ടും ഉത്സാഹത്തോടുകൂടി അവരെല്ലാം ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക. ശ്രീ കൃഷ്ണബലരാമന്റെ ബ്രഹ്മോത്സവ ഫെസ്റ്റിവലിൽ നമ്മൾ വന്ന് പങ്കെടുത്ത് ഭഗവാനെ കാര്യം നേടാൻ ശ്രമിക്കാം. നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ കൂടെ അറ്റ്ലീസ്റ്റ് ഒരു പുതിയൊരു ആൾക്കാരെ കൂടി കൊണ്ടുവരും. അപ്പൊ ഭഗവാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ മാത്രമല്ല, പുതിയൊരു ആൾ കൂടി വരുമ്പോൾ ഭഗവാൻ കൂടുതൽ സന്തോഷം വരും. നിങ്ങൾ വരുമ്പോൾ പുതിയ ആൾക്കാരെ കൂടി കൊണ്ടുവരാം. കാരണം ഇതിലൂടെ നമുക്ക് ആക്ച്വലി അവർക്കും ഈ സന്തോഷത്തോടുള്ള വഴി നമുക്ക് കാണിച്ചു കൊടുക്കാം. നമുക്കും നമ്മൾ കിട്ടിയ സന്തോഷത്തിന് നമുക്ക് പങ്കു കൊടുക്കാൻ സാധിക്കും. അപ്പൊ എത്രത്തോളം നമ്മൾ നമ്മുടെ സന്തോഷത്തിന് ബാക്കിയുള്ളവർ പങ്കുവെക്കുന്നോ അത്രത്തോളം നമുക്കും കൂടുതൽ ഭഗവാന്റെ കാരുണ്യം കിട്ടുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഇതാണ് ഈ ക്ലാസ്സിലൂടെ പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഹരേ കൃഷ്ണ. ഒരു ഭക്തന്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഭക്തൻ കൂടുതലും അദ്ദേഹം മറ്റുള്ളവരോട് അസോസിയേറ്റ് ചെയ്യുന്ന 2 തരത്തിലായിരിക്കും. ഒന്ന്, അവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാനായിട്ട്. 2, അവർക്ക് ആരോടെങ്കിലും സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ചൈതന്യ ചരിതാമൃതം ഭാഗവത്തിലൊക്കെ ചിലപ്പം ഡിവോട്ടീസ് ഉണ്ടാവും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു ഈക്വൽ ഡിവോട്ടീസ്. പക്ഷെ എപ്പോഴും ഭക്തൻ ഒന്ന് താൻ താഴെയാണ്, മുകളിൽ നിന്ന് കേൾക്കണം, അല്ലെങ്കിൽ
ഒട്ടും ഭക്തി ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷെ ആ ഒരു ഈക്വൽ അവരുടെ ഹ്യൂമിലിറ്റി കാരണം അവർ ആരും ഈക്വൽ ആയിട്ട് കരുതുന്നുമില്ല. പക്ഷെ അത് മൂന്നും ഉണ്ടെങ്കിലേ ഒരു വ്യക്തിക്ക് എപ്പോഴും ആ ഒരു അസോസിയേഷനിൽ നിൽക്കാനായിട്ട് പറ്റും. അപ്പൊ ഈക്വൽ ഡിവോട്ടീസ് എങ്ങനെയാണ് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഈക്വൽ ഡിവോട്ടീസുമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്? ശാസ്ത്രങ്ങൾ നമുക്ക് 3 രീതിയിലാണ് ഭക്തമായിട്ട് ഇടപെടാൻ പറയുന്നത്. നമ്മൾ താഴ്ന്ന വ്യക്തികൾക്ക് നമ്മൾ കമ്പാഷൻ കൊടുക്കണം, ഈക്വൽ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യണം, വരുന്ന ഭക്തമാരിൽ നമ്മൾ കേൾക്കണം എന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഈക്വൽ ആയിട്ട് വ്യക്തികൾ നമ്മൾ കണ്ടെത്താം. പലപ്പോഴും നമ്മളെ കമ്മ്യൂണിറ്റി കാരണം ആരാണ് ഈക്വൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കാറില്ല എന്നാണ് പറയുന്നത്. നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പം ഇതിൽ ഈക്വൽ ആയിട്ടുള്ള വ്യക്തിയെ കണ്ടെത്താൻ വെച്ചാൽ നമ്മൾ ഏതൊരു വ്യക്തിയാണ് നമ്മുടെ ഹൃദയം തുറന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പലപ്പോഴും നമുക്ക് പല വ്യക്തികളോട് നമുക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നും പല ഭക്തന്മാരുടെ. അപ്പൊ ചില വ്യക്തികൾ നമ്മുടെ അടുത്ത് ഈക്വൽ ആയിട്ട് പല പല കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, പലപ്പോഴും പല കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും. അപ്പൊ അങ്ങനെ നമുക്കറിയാം ചില കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് നമുക്ക് അത്രത്തോളം പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞു തരുന്ന വ്യക്തികൾ നമുക്ക് ഈക്വൽ ആയിട്ട് കാണാൻ സാധിക്കും പലപ്പോഴും. അതായത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ചില വ്യക്തികൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ചില വ്യക്തികൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യും, അദ്ദേഹത്തിന്റെ മേ ബി കുറച്ച് റിയലൈസേഷൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനത്തെ വ്യക്തികളെടുത്ത് നമുക്ക് അറിയുന്ന റിയലൈസേഷൻസ് നമ്മൾ ഷെയർ ചെയ്യുകയും ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കാരണം ഏത് വ്യക്തിയാണോ കൃഷ്ണനെ പറ്റി നമുക്ക് ഓർമ്മ തരുന്നത് ആ ഒരു വ്യക്തി നമുക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പലപ്പോഴും നമ്മൾ ഭക്തിയിൽ വരുമ്പോൾ. കാരണം ഇത് ഈക്വൽ ആണ്, ഇത് എന്റെ ജൂനിയർ ആണ്, സീനിയർ ആണ്. നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ നമുക്ക് ഭഗവാനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭഗവാനെ പറ്റി ഓർമ്മ കൊടുക്കുകയും ഭഗവാനെ പറ്റി നമ്മൾ ഭഗവാനെ പറ്റി കേട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. അതിൽ ചില വ്യക്തിയും നമുക്ക് ഇൻട്രസ്റ്റ് കാണിച്ച് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വരുന്നതനുസരിച്ച് ആലമനുസരിച്ച് നമുക്ക് അതിനെ പെരുമാറാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. പ്രാക്ടീസ് അതെ, പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ആ ഒരു ഇത് അറിയാൻ സാധിക്കും. വേറെ ആർക്കും സംശയം ഉണ്ടെങ്കിൽ ഈ ഭക്തിയിൽ വരുമ്പോൾ ഉയർന്ന ഭക്തി താഴ്ന്ന ഭക്തി എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇപ്പം ഭഗവാന്റെ കാര്യം ഇപ്പം ആദ്യമായിട്ട് സ്റ്റാർട്ടിംഗ് ലെവലിലുള്ള ആളായിരിക്കും ചിലപ്പം ഭഗവാൻ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ അറിയുന്നത്. അപ്പോൾ മറ്റുള്ളവർ പ്രാക്ടീസ് കൊണ്ട് ഇങ്ങനെ അവര് ഭക്തി കൂട്ടി വരുന്നുണ്ടാവാം. പക്ഷെ എങ്കിൽ പോലും ഇതിൽ ആർക്കാണ് ഈ പറഞ്ഞതുപോലെ ഉയർന്ന ഭക്തി താഴ്ന്ന ഭക്തി അതിൽ നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഉയർന്ന ഭക്തി താഴ്ന്ന ആ രീതിയിലുണ്ടോ, അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രബന്ധം ചോദിക്കുന്നത്. അപ്പം ഭക്തി എന്ന് പറയാൻ ആക്ച്വലി പരിശുദ്ധ ഭക്തിയാണ് ശരിക്കും ഉള്ളത്. ബാക്കി പല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും പരിശുദ്ധ ഭക്തിയിലോട്ടാണ് വരേണ്ടത്. അതാണ് കൃഷ്ണാവത പ്രസ്ഥാനം നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഭക്തി എന്ന് പറയുന്നത് എല്ലാവരും ജീവിതത്തിൽ ഉള്ളൊരു കാര്യമാണ്, നമ്മൾ മറന്നിരിക്കുകയാണ്. അതിന് ഓരോ വ്യക്തികളും അവര് ശ്രവണ കീർത്തനത്തോടെ അതിനെ റിയവേക്കൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അപ്പം ഉയർന്ന ഭക്തി താണ ഭക്തി എന്നുള്ള ഭക്തി ഇല്ല ശരിക്കും. നമുക്ക് പരിശുദ്ധ ഭക്തി എന്നൊരു ഭക്തിയായിട്ട് ഉള്ളത്. അപ്പൊ നമ്മൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം പറഞ്ഞാൽ എല്ലാവരും ഭക്തന്മാർ. അപ്പൊ നമുക്ക് ഒരു വ്യക്തിയെ നമ്മൾ അങ്ങനെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഡിഫറൻസിയേഷൻ വരും. ഈ ഒരു ഭക്തൻ ഉയർന്ന ഭക്തനാണ്, ഈ വ്യക്തി താണ ഭക്തനാണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ പെരുമാറുന്ന സമയത്ത് അത് ഒരിക്കലും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് പ്രോപ്പർ ആണെന്നില്ല. പക്ഷെ അതേ സമയത്ത് എല്ലാവരും ഈക്വലി നമ്മൾ റെസ്പെക്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ഭക്തി ചെയ്യാൻ നമുക്ക് സാധിക്കും പോകും. അപ്പൊ നമ്മൾ ആ രീതിയിൽ വേണം നമുക്ക് നമ്മുടെ ഭക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പരിശുദ്ധ ഭക്തിയിലോട്ടാണ് നമുക്ക് വരേണ്ടത്. നമുക്ക് അപ്പൊ അങ്ങനെ ഒരിക്കലും ഒരു വ്യക്തി അങ്ങനെ കാണാൻ സാധിക്കില്ല. ഇത് ഉയർന്ന ഭക്തനാണ് താണ ഭക്തനാണെന്ന് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മൾ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമേ അല്ല ശരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബെസ്റ്റ് എന്താണ്, ഒരു വ്യക്തി ഭഗവാന്റെ ഭക്തനാണ്. അപ്പൊ അവർക്ക് എത്രത്തോളം ഒരു ഭക്തിയുള്ള സേവനം ചെയ്യുന്നു. അപ്പൊ അവർ ചെയ്യുന്ന ഭക്തിയിൽ നിന്നുള്ള അവർ ചെയ്യുന്ന നല്ല ഗുണങ്ങളെ കണ്ടുകൊണ്ട് അതിനെ മനസ്സിലാക്കി നമുക്ക് ആ നല്ല ഗുണങ്ങൾക്ക് വേണ്ടി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും അവരെ പ്രകീർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ എല്ലാ നല്ല ഗുണങ്ങളും നമ്മൾ അകത്ത് വരികയും ചെയ്യും. ആ രീതിയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആണോ ആൻസർ? എന്തെങ്കിലും പറയാൻ ആഡ് ഓൺ ചെയ്യണം.
പ്രഭുവിന്റെ ചോദ്യം, നമ്മൾ പുതിയതായിട്ട് ഒരാൾ വന്നാൽ ആഹാ. ചിലപ്പോൾ അയാൾക്ക് കൂടുതൽ ഭക്തി കാണും, ഒരുപാട് നാള് നിന്ന അയാൾക്ക് ഭക്തി കാണത്തില്ല. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ അങ്ങനെയാണ് ചോദിച്ചു. ഇപ്പൊ പുതുത് പഴയെന്ന് പറയുമ്പോൾ നമ്മൾ പല പല ജന്മങ്ങൾ ചെയ്ത ഇതനുസരിച്ചാണ് നമുക്ക് ഭക്തി നമുക്ക് വരുന്നത്. അപ്പൊ ചിലപ്പോൾ ആ വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് ഭക്തി ചെയ്തിട്ടുണ്ടാവും, അപ്പൊ അതിന്റെ കണ്ടിന്യൂയിട്ടാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭക്തി ആയി ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ എവിടെ വെച്ച് നിർത്തി അവിടെ വെച്ചാണ് തുടങ്ങുന്നത് അല്ലേ? കാരണം നമ്മൾ ഇതിൽ ഭഗവത്ഗീത തന്നെ പറയുന്നത് അല്ലേ? അപ്പൊ നേഹാവിഗുണ സ്വസ്തി കൃത്യവായന വിദ്യത്തെ സ്വല്പം അഭ്യസ ധർമ്മസ്യ വായതേ മഹതോഭയം അല്ലെ? നമ്മൾ എവിടെ വെച്ച് നിർത്തിയോ അവിടെ വെച്ചാണ് നമുക്ക് ഭക്തി തുടങ്ങുന്നത് ആക്ച്വലി. അപ്പം ചിലപ്പോൾ ഒരു വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് ഭക്തി ചെയ്ത് എവിടെയെങ്കിലും വെച്ച് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അവിടെ വെച്ചാൽ അദ്ദേഹത്തിന് കണ്ടിന്യൂ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം ഈസിലി പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മളെ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് അംഗത്വങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പ്രോഗ്രസ് മെല്ലെയായിരിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കുന്നത്. ഒരു ഞാനൊരു ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ്. ഒരു മുസ്ലിമായിട്ടുള്ള അയാള് ഒരു ഇതില് ഈ TV ഇതിൽ സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ അയാൾ പറയാണ്, സ്ത്രീകളും അന്യ സ്ത്രീകളും പുരുഷന്മാരും അടുത്തിടപഴകാൻ പാടില്ല, അത് തെറ്റാണ്, അത് അവര് തെറ്റിലേക്ക് വീണു പോകും എന്ന് പറയാണ്. പക്ഷെ ആ പാനലിലുള്ള ബാക്കി എല്ലാവരും അയാൾ പറയും തെറ്റാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അയാൾ ഏതോ അപരിഷ്കൃതമായ ഒരു സ്ഥലത്തുനിന്ന് വന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ നോക്കി കഴിഞ്ഞാൽ ശീല പ്രഭുപാദും ഇങ്ങനെ തന്നെ പറയുന്നു, നമ്മൾ ഇങ്ങനെ അടുത്തിടപഴകി കഴിഞ്ഞാൽ തെറ്റായ രീതിയിലേക്ക് പോകുന്നു. അപ്പം ഇത് എങ്ങനെ ഈ സമൂഹത്തില് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ പറയും? ഇപ്പൊ അയാൾ പറഞ്ഞതിൽ അയാൾ ചിലപ്പോൾ അത് പാലിക്കുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും എല്ലാവരും അയാളെ ഫോഴ്സ് ചെയ്താക്കിയത്. പക്ഷെ നമ്മളും ഇതേപോലെ ഇപ്പൊ പ്രസാദം നിവേദിക്കണം, പ്രസാദം കഴിക്കണം, എപ്പോഴും ഭഗവാനെ ഓർക്കണം എന്നൊക്കെ പറയുമ്പം നമ്മൾ ഏതോ പഴയ കാലത്തിലെ ആൾക്കാർ സംസാരിക്കുന്ന പോലെ പൊതുസമൂഹത്തിലെ ആൾക്കാർ തോന്നും. അപ്പൊ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് പറഞ്ഞു? നമ്മൾ പറയുന്നത് എങ്ങനെ പൊതുസമൂഹത്തിൽ അതിനെ എത്തിക്കാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പറയുന്ന ഈ ഓരോ കാര്യങ്ങൾ ബാക്കിയുള്ള കൂടി മനസ്സിലാക്കാൻ സാധിക്കും. പൊതുവേ അങ്ങനെ ഇതൊക്കെ ഒരു ഇങ്ങനത്തേക്കുള്ള ഒരു റെവല്യൂഷണറി ഐഡിയാസ് ആണ്. അപ്പൊ അത് എങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാകും? പറയുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? ഒരുവിധം ആൾക്കാർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിലും ഒന്ന് വിശ്വാസമാണ് ആക്ച്വലി ഒന്നത്. അപ്പൊ നമുക്ക് പലപ്പോഴും ഇതൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ കാണാൻ സാധിക്കും. പലപ്പോഴും ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു കെട്ടുകഥയാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ വ്യക്തികൾ ആക്ച്വലി നമ്മുടെ ക്യാരക്ടറിലൂടെ നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളുടെ അവരുടെ സ്വഭാവം, അവരുടെ ക്യാരക്ടറും അവരുടെ പ്രസൻസും നമ്മൾ കാണുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പലപ്പോഴും ഒരു സന്തോഷം അനുഭവിക്കണം. അപ്പൊ അവർക്ക് എങ്ങനെ അവർ ഓരോ സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് കാണുന്ന സമയത്ത് അപ്പൊ അതിലൂടെ ഒരു വ്യക്തി നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ വേർഡ്സും ആക്ഷൻസിലൂടെയും ആണ് നമുക്ക് ഒരു വ്യക്തി ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുക. പിന്നെ നമുക്ക് ആക്ച്വലി നമ്മളെപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ രുചി അറിയണമെന്നുണ്ടെങ്കിൽ അത് കഴിച്ചാലേ അറിയാൻ സാധിക്കുള്ളൂ. ശരിക്കും നമ്മൾ എത്രത്തോളം പറഞ്ഞു കൊടുത്താലും ഒരു വ്യക്തിക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മളൊരു രസഗുല സ്വീറ്റ് പറയണം, ഒരു വ്യക്തി രസഗുല സ്വീറ്റ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ എത്രത്തോളം പറഞ്ഞാലും ഒരു വെള്ള കളറാണ്, അതിനുള്ളിൽ ഭയങ്കര സ്വീറ്റ് ആണെന്ന് പറഞ്ഞാലും അത് അദ്ദേഹം കഴിച്ചാലേ അതിന്റെ അനുഭവം അദ്ദേഹത്തെ മനസ്സിലാക്കാൻ അനുഭവേദ്യമാവുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അവരെ ആ ഒരു സ്വീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരെ എങ്ങനെ അതുകൊണ്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ അവരെ പ്രീച്ച് ചെയ്യുക. എന്നിട്ട് അവരെ കൂടെ സ്വീറ്റ് കഴിപ്പിക്കുമ്പോൾ അവർക്ക് ആ രുചി അറിയാൻ സാധിക്കും. അപ്പൊ ആ രീതിയിൽ അവരെ ഫേവറബിളായിട്ട് ആ ടൈം പ്ലേസ് സർക്കംസ്റ്റൻസ് അനുസരിച്ച് നമുക്ക് അവരെ പ്രീച്ച് ചെയ്യുമ്പോൾ ഒരു കാലക്രമേണ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവ്യക്തമായിട്ടുള്ള രൂപത്തില് ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു 9.4-ല്. ശരിക്കും സർവഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു, എന്നാൽ ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഭഗവാൻ സർവഭൂതങ്ങളിലും സർവഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു, എന്നാൽ ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ. സർവഭൂതങ്ങൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നു, പക്ഷെ ഞാൻ അവയിൽ സ്ഥിതി ചെയ്യുന്നു.
നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ പാട്ടൽ പാർസലാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് എല്ലാവരും ഭഗവാന്റെ ശക്തിയിലാണ് ഇരിക്കുന്നത്. either നമ്മൾ ഭഗവാന്റെ ഭൗതിക ശക്തിയിലായിരിക്കും അല്ലെങ്കിൽ ആധ്യാത്മിക ശക്തിയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അതേ സമയത്ത് ഭഗവാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്. ഭഗവാൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു വ്യക്തിയായിട്ട് തന്നെ അദ്ദേഹം ഗോലവൃന്ദാവനത്തിലുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫാക്ടറിയുടെ എക്സാമ്പിൾ എടുക്കാം. ഒരു ഫാക്ടറി എടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു അവിടെ കാണുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഫാക്ടറിയുടെ MD-യുടെ ഗവൺമെന്റ്സിലാണ് നടക്കുന്നത്. അപ്പം അവിടെ കാണുന്ന ഓരോ എംപ്ലോയികളും ഞാൻ ഈ ഒരു വ്യക്തിയുടെ കമ്പനിയാണ് ജോലി ചെയ്യുന്നത്, അപ്പൊ ഈ വ്യക്തിയാണ് അവിടെ കാര്യങ്ങൾ ഗവൺ ചെയ്യുന്നത്. ഒരു ഫാക്ടറിയുടെ MD ആയിരിക്കും. പക്ഷെ അദ്ദേഹം പേഴ്സണലി അവിടെ പ്രസന്റ് ആവുന്നില്ല. പക്ഷെ എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇല്ലെങ്കിലും ആ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും അല്ലെ. നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ആ വ്യക്തിയുടെ ശക്തിയിലാണ് കാര്യം നടക്കുന്നത്, ആ ഫാക്ടറി എന്ന് പറയുന്നത്. അതേസമയത്ത് ആ വ്യക്തി എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ ഓഫീസ് ക്യാബിനിൽ ഇരുന്നുകൊണ്ട് ഇവിടെ പേപ്പർ ഡോക്യുമെന്റ് ഒക്കെ സൈൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരും ഭഗവാന്റെ ശക്തിയാണ് ഉള്ളത്. പക്ഷെ അതേസമയത്ത് ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തി പേഴ്സണലി ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഉള്ളത്, പക്ഷേ സൺ എല്ലായിടത്തും അതെ. പ്രഭു പറഞ്ഞ നല്ലൊരു എക്സാമ്പിൾ ആണ്. നമുക്ക് സൂര്യനും സൂര്യരശ്മികൾ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ സൂര്യരശ്മികൾ ഇവിടെ ഉണ്ടെങ്കിലും സൂര്യൻ ഇവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെ. സൂര്യൻ എന്ന് പറയുന്നത് ഓൾറെഡി അതിന്റെ ഒരു എക്സിസ്റ്റൻസ് ഓൾറെഡി ഉണ്ടല്ലോ. സൂര്യഗ്രഹത്തിനകത്ത് സൂര്യദേവനായിട്ട് അദ്ദേഹം എക്സിസ്റ്റ് ചെയ്യുന്നു. സൂര്യരശ്മികൾ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും അതേസമയത്ത് സൂര്യൻ എന്ന് പറഞ്ഞ ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മളെല്ലാവരും സൺലൈറ്റിലാണ്, പക്ഷെ സൺ നമ്മുടെ അടുത്തില്ല. നമ്മളെല്ലാം സൺലൈറ്റിലാണ്, അപ്പൊ സൺ നമ്മുടെ അടുത്തില്ല എന്നുള്ള രീതി. താങ്ക് യു വെരി മച്ച്. श्रीमद् भगवद गीता की जय, श्रील प्रभुपाद की जय, स्वामी गौर भक्त वृंद की जय।